കൊല്ലത്ത് മുടി വെട്ടിയില്ലെന്ന് ആരോപിച്ച് 14 കുട്ടികളെ ഗേറ്റിന് പുറത്താക്കി സ്കൂൾ അധികൃതർ. കൊല്ലം ഉമേനരൂരിലാണ് സംഭവം. മുടി വെട്ടിയില്ല എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ അധ്യാപകർ ഗേറ്റിന് വെളിയിലാക്കുകയായിരുന്നു. കുട്ടികളുടെ രക്ഷിതാക്കളെ വിളിച്ചിട്ടുണ്ടെന്നും അവരുമായി സംസാരിച്ച ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. ആരെന്ന് പറഞ്ഞാൽ കുറേ പിള്ളേരെ അകത്തിട്ടുണ്ട്, താടിയും മുടിയും വളർത്തിയിട്ടുള്ള അവരാരെ ഇറക്കിവിടാൻ ഞങ്ങളെ മാത്രം ഇടക്കിട്ട് മുടിയും താടിയും വളർത്തുക എന്നുള്ള പേര്. കഴിഞ്ഞ വർഷം വരെ ഇത്രയും മുടി വളർത്തിയമാരെ വരെ ക്ലാസ് ഇരുത്തിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഈ വർഷം മാത്രമാണ് ഇത്രയും ഫിറ്റ് കാണിച്ചേക്കുന്നത്. 10-14 പിള്ളേരെ മഴയത്ത് ഇറക്കിയിട്ട് രാവിലെ ഇന്നലെ ഇറക്കിയിട്ട് ഇന്ന് ചൊവ്വാഴ്ച മുടി കെട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. നാളെ മുടി കെട്ടിട്ട് വരാനാണ് അവർ പറയുന്നത്. എല്ലാവരും എത്ര പേരെ പുറത്തിറങ്ങി? ഇപ്പോൾ 10-14 പേരുണ്ട്. 14 പേരുണ്ട്. എത്ര പഠിക്കുന്നത് ഞങ്ങൾ +1, ഇപ്പോൾ +2. ടീച്ചർ എന്താ ഇപ്പോൾ പറയാൻ? ടീച്ചർ ഇപ്പോൾ അകത്ത് പോലും കേട്ടുന്നില്ല, വെളിയിൽ പോവാൻ. കുറച്ചുമേ മഴയത്ത് ഇറക്കിയിട്ട് അവർ മഴയത്ത് ഇറക്കിയിട്ട് ഇപ്പൊ വെയിലായി. ഇന്നലെ ഇതാണ് കാര്യം, ഇറങ്ങി വെളി ഇറക്കി വിടുക. സ്കൂൾ ഗ്രൗണ്ടാണ്, ചേരുള്ള പിള്ളേർക്ക് അസുഖം അവർ പറയും. സ്കൂള് വൃത്തിയാക്കിയിട്ടാണ് പിള്ളേരെ വൃത്തിയാക്കുന്നത്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഓരോ സ്കൂളുകൾക്കും നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മുടി നീട്ടി വളർത്തരുത്. പ്രത്യേകിച്ച് ഇന്ന് പല രീതിയിലുള്ള ട്രെൻഡിലുമാണ് കുട്ടികൾ സ്കൂളിലെത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണോ ഈ സ്കൂൾ അധികൃതർ 14 കുട്ടികളെ ഗേറ്റിന് പുറത്താക്കിയത്? എന്താണ് സ്കൂൾ അധികൃതർ ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം? തീർച്ചയായും ടോം, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കൊല്ലം ഉമയനല്ലൂർ മൈലാപ്പൂർ എന്ന സ്ഥലത്താണ് സ്വകാര്യ സ്കൂളിൽ +2 വിദ്യാർത്ഥികളാണ് 14 പേരെയാണ് ഗേറ്റിന് പുറത്താക്കിയത്. ഇവർ മുടി വളർത്തി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ സ്കൂൾ അധികൃതരുമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇവർ എല്ലാ ദിവസവും താമസിച്ചിട്ടോ ഒപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ താമസിച്ചു വരുന്നവരാണ്. ഇവർക്ക് ചെറിയ ഒരു പണിഷ്മെന്റ് ആണ് കൊടുത്തത്. ഇവർ നല്ല രീതിയിൽ ഇനി കൃത്യമായി ക്ലാസ്സുകളിൽ എത്തുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു പണിഷ്മെന്റ് കൊടുത്തു. രക്ഷിതാക്കളുമായിട്ട് എത്തണം എന്നുള്ളത് നിർദ്ദേശം വെക്കുകയും ചെയ്തു. അങ്ങനെ എന്തായാലും രക്ഷിതാക്കൾ വരികയും ഈ മാനേജ്മെന്റുമായി ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. എന്തായാലും തുടർ പഠനത്തിന് നാളെ മുതൽ ഇവരെത്തും. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്തായാലും ഇവർ മുടി നീട്ടി വളർത്തിയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്. ഈ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു. മുടി നീട്ടി വളർത്തിയതിനെ തുടർന്നാണ് ഞങ്ങളെ പുറത്താക്കിയതെന്നുള്ളൊരു ആരോപണമായിരുന്നു ഇവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവർ ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്, മുടി വെട്ടാൻ കട തുറക്കില്ല, നാളെ മുടി വെട്ടിയിട്ടൊക്കെ എത്താം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നും പറയുന്നു. പക്ഷേ അധികൃതർ അത് കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ള വലിയ ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും അല്ല. ഈ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഇന്നതാണ്. അവർക്ക് ചെറിയൊരു ശിക്ഷ കൊടുത്തതാണ്. രക്ഷിതാക്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തുടർന്ന് നാളെ മുതൽ അവർ കൃത്യമായി സ്കൂളിലെത്തും എന്നുള്ളൊരു ഉറപ്പിന്മേലെ അവർ വിട്ടയക്കുകയും ചെയ്തു. തീർച്ചയായും വിനീഷ്, ഇന്നലെ പത്തനംതിട്ടയിൽ സമാനമായൊരു സാഹചര്യത്തിൽ മുടി ശരിയായ രീതിയിൽ വെട്ടിയില്ലെന്ന് പറഞ്ഞ് ഒരു വിദ്യാർത്ഥിയെ സ്കൂളിന് പുറത്താക്കി മണിക്കൂറോളം ക്ലാസ്സിന് വെളിയിൽ നിർത്തി. പിന്നീട് ആ വിദ്യാർത്ഥിയുടെ പിതാവ് എത്തി സ്കൂളിനെതിരെ പരാതി നൽകുന്നു. കാരണം മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് തൻ്റെ മകനെ ഇങ്ങനെ പുറത്താക്കിയത് അവന് മാനസികമായി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞ് സ്കൂളിനെതിരെ പരാതി നൽകി. പിന്നെ അവസാനം അത് ഒത്തുതീർപ്പാക്കിയെങ്കിൽ പോലും ഇങ്ങനെ കുട്ടികളെ ന്യായീകരിക്കുന്ന രീതിയിൽ മാതാപിതാക്കൾ സ്കൂളിലെത്തും, പ്രശ്നങ്ങളുണ്ടാക്കും. ഒരുപക്ഷെ അത് കുട്ടികളിൽ മാനസികമായ ആഘാതം ഉണ്ടാക്കും, അവരെ മുറിവേൽപ്പിക്കുമെങ്കിൽ പോലും ഇത്തരം ശിക്ഷാ നടപടിയൊക്കെ, കാരണം സ്കൂളിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിക്കേണ്ടത് വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്വമാണ്. മാതാപിതാക്കളെ അവരെ ന്യായീകരിച്ച് രംഗത്തെത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ വഷളാകുന്നത്. കുട്ടികൾക്കും അറിയാം, അത് ഒരുപക്ഷെ അവർക്ക് തോന്നാം, ഇങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളെ ന്യായീകരിക്കും, ഞങ്ങളെ സംരക്ഷിക്കുമെന്ന്. ഇവിടെ അത്തരമൊരു നിലപാട് മാതാപിതാക്കൾക്കുണ്ടോ? ഈ സ്കൂളിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധമുണ്ടോ? അതോ ഈ സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണോ, മുടി വെട്ടി സ്കൂളിൽ തിരികെ പ്രവേശിക്കാൻ തന്നെയാണോ ഈ കുട്ടികളുടെ തീരുമാനം? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. സ്കൂളിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇവർക്ക് അഡ്മിഷൻ നൽകുമ്പോൾ തന്നെ സ്കൂളിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സ്കൂളിൽ വന്ന് പഠിച്ചുകൊള്ളാം എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് അവർക്ക് അവിടെ അഡ്മിഷൻ പോലും ലഭിക്കുന്നത്. തുടർന്ന് ഈ മാനദണ്ഡങ്ങൾക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് മാനേജ്മെന്റ് അത് ചോദ്യം ചെയ്യുന്നത്. ഇന്ന് കുട്ടികൾ രാവിലെ സ്കൂളിലെത്തിയപ്പോഴായിരുന്നു
ഇവരെ ഗേറ്റിന് പുറത്താക്കിയത്. ഇതിനകത്ത് വേറെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഇവർ ഉന്നയിക്കുന്നത് ഇന്ന് മഴ പെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് ടോം. സമയത്ത് നല്ല മഴയായിരുന്നു, അതുപോലെ ഈ സ്കൂളിലും മഴ പെയ്തു. അപ്പോൾ ഈ മഴ സമയത്ത് ഇവർ ഗേറ്റിന് വെളിയിൽ നിന്ന് മഴ നനഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മഴ നനഞ്ഞു നിന്നിട്ട് പോലും തങ്ങളെ ക്ലാസ്സിൽ കയറ്റിയില്ല, അല്ലെങ്കിൽ സ്കൂൾ വരാന്തയിൽ പോലും കയറ്റിയില്ല എന്നുള്ളൊരു ആരോപണം ഈ കുട്ടികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും മാനേജ്മെന്റുമായിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ട്. ഇവരുടെ രക്ഷിതാക്കൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ, സ്കൂളിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് ഇവരെത്താം എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് ഇപ്പോൾ ഇവർ തിരിഞ്ഞു പോയിരിക്കുന്നത്. സ്കൂളിനും ആ ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് കേട്ടോ. തീർച്ചയായും വിനീഷ്, പക്ഷേ ഈ കുട്ടികൾ പറയുന്ന ചില ന്യായീകരണങ്ങളുണ്ടല്ലോ. കഴിഞ്ഞ വർഷം ഇതിനേക്കാളും കൂടുതൽ മുടി നീട്ടി വളർത്തി വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ടല്ലോ, അന്നൊന്നും പ്രശ്നം ഉണ്ടായില്ലല്ലോ, പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ മാത്രം ഈ നടപടിയെന്ന്? അങ്ങനെ ഈ പതിവായി ഇതേ രീതിയിൽ അച്ചടക്ക ലംഘനങ്ങൾ കുട്ടികളുടെ ഭാഗത്ത് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണോ സ്കൂൾ അധികൃതർ നിയമം കർശനമാക്കിയത്? തീർച്ചയായും ടോം, അങ്ങനെ തന്നെയാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. കാരണം ഇവർ മിക്ക സമയങ്ങളിലും താമസിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇവർ ഇനി താമസിച്ചു വരാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ശിക്ഷ നൽകിയതാണ്. ഇനി ഇവർ കൃത്യസമയത്ത് സ്കൂളിലെത്തണം എന്നുള്ളൊരു, ഇവർക്കൊരു ബോധ്യം വരണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെറിയൊരു ശിക്ഷ നൽകിയതെന്നാണ് അറിയുന്നത്. പക്ഷേ ഈ ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ വർഷങ്ങളിലും മുടി നീട്ടി വളർത്തിയും താടി വളർത്തിയും ഒക്കെ കുട്ടികൾ ഉണ്ടായിരുന്നു. അവരെ ആരെയും പുറത്താക്കിയിട്ടില്ല. ഇപ്പോഴും അവർ അത് തന്നെയാണ് പറയുന്നത്. ഈ ക്ലാസ്സിലിരിക്കുന്ന ചില കുട്ടികൾ താടി വളർത്തിയിട്ടുണ്ട്, മുടി വളർത്തിയിട്ടുണ്ട്. പക്ഷേ തങ്ങളെ മാത്രമാണ് ഈ ടാർഗറ്റ് ചെയ്തതുപോലെ പുറത്താക്കിയത് എന്നാണ് ഈ കുട്ടികൾ ആരോപിക്കുന്നത്. പക്ഷെ എന്തായാലും ഒരു പ്രശ്നത്തിലൊരു പരിഹാരമായിട്ടുണ്ട്. കുട്ടികളുടെ ഭാവി പ്രധാനമാണ്. ഇനി ഇവർ കൃത്യമായിട്ട് സ്കൂളിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് സ്കൂളിലെത്തി പഠിക്കട്ടെ ടോം. നമുക്കത് തന്നെയാണ് ആശംസിക്കാനുള്ളത്. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകി. വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂളിൻ്റെ നിയമങ്ങളൊക്കെ കൃത്യമായി പാലിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണം. അതൊരു പക്ഷേ അവർക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. പ്രായത്തിൻ്റെ പ്രശ്നമാണ്, കൗമാരക്കാരാണ്, എല്ലാത്തിനോടും ഒരു റിബൽ മനോഭാവം ചില കുട്ടികൾക്കിടയിൽ ഉണ്ടാകാം. പക്ഷെ അതിനെ ന്യായീകരിക്കുന്ന, അല്ലെങ്കിൽ മക്കളുടെ തെറ്റിനെ കണ്ടില്ലെന്ന് നടിക്കുന്ന മാതാപിതാക്കളാണ് പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെ വഷളാക്കുന്നത്. അവരെ ഇങ്ങനെ ന്യായീകരിച്ച് നിങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഇന്ന് സ്കൂളിൽ അധ്യാപകർ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ നടിച്ചു എന്ന് പറഞ്ഞ് വലിയ കൊടി പിടിച്ച് പിന്നെ സ്കൂളിലേക്ക് ചെല്ലുക, സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ, അധ്യാപകർക്കെതിരെ പ്രതിഷേധം സൃഷ്ടിക്കുക, അത് കുട്ടികളുടെ തെറ്റായ സന്ദേശമാണ്. നാളെ നിങ്ങൾക്കെതിരെയും അവർ കൊടി പിടിക്കുമെന്നാണ് ഈ രക്ഷിതാക്കളും തിരിച്ചറിയേണ്ടത്. എറണാകുളം